നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പ്രസ്താവത്തിന്റെ പകർപ്പിന്റെ വിശദാംശങ്ങൾ ഓരോന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ. ഓരോ ദിവസവും ആ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നമ്മളിങ്ങനെ അറിഞ്ഞും മനസ്സിലാക്കിയും വരുന്നത്. 1711 പേജുള്ള വിധി പ്രസ്താവമാണ്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നുള്ള വിവരങ്ങളും വാർത്തകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം വന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിജീവിതയ്ക്ക് നീതിക്ക് വേണ്ടിയല്ല, 8ാം പ്രതിയെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടിയാണോ അവിടെ വാദം നടന്നത് എന്ന വലിയ സംശയം ഉടലെടുക്കും. കോടതി ആരുടെ വാക്കുകളാണ് വിശ്വസിച്ചത്, ആരുടെ വാക്കുകളാണ് കോടതി മുഖവിലക്കെടുത്തത് എന്നതിൽ നമുക്ക് സംശയം തോന്നിപ്പോകും. ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണോ ഓരോ സാക്ഷികളെയും കോടതി കണ്ടതെന്ന് തോന്നിപ്പോകും. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വാചകങ്ങളായി നമുക്ക് മുന്നിൽ ആ കോടതി മുറിക്കുള്ളിൽ നടന്നതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു മഞ്ജു വാര്യർ, ദിലീപിന്റെ മുൻ ഭാര്യ. ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യറാണ്. അത് ഈ സംഭവം നടന്ന ഫെബ്രുവരി 17 ശേഷം 2 ദിവസത്തിന് ശേഷം എറണാകുളത്ത് ദർബാർ ഹാളിൽ നടന്ന യോഗത്തിലാണ് മഞ്ജു വാര്യർ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അതിന് പിന്നാലെയുള്ള അന്വേഷണങ്ങൾ ശക്തമാകുന്നത്. ഈ കേസിൽ ഒരു ഘട്ടത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും മുനയിൽ നിർത്താൻ മഞ്ജു വാര്യർ ശ്രമിച്ചിട്ടില്ല. തന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ പൊതുസമൂഹത്തോട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല മഞ്ജു വാര്യർ. ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ആരെയും ചൂണ്ടി സംസാരിച്ചിട്ടില്ല. ആ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു വരണം എന്ന് മാത്രമാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. അതിനുശേഷം തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട് ആ സാക്ഷി മൊഴി നൽകുകയാണ് മഞ്ജു വാര്യർ ചെയ്തിട്ടുള്ളത്. അതിൽ കോടതിയോട് മഞ്ജു വാര്യർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നതാണ് പുറത്തു വരുന്നത്. അതിൽ കോടതി മഞ്ജുവിനെ കേട്ടില്ല എന്നതാണ് നമുക്ക് ഈ വിധി പ്രസ്താവം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പല സംശയങ്ങളും കോടതി ഉന്നയിക്കുകയാണ്. മഞ്ജു വാര്യർ ഇതിന് പിന്നിൽ ഈ നടിയോട് ദിലീപിന് വ്യക്തി വൈരാഗ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ്. അവരുടെ മൊഴി അത്രമേൽ പ്രധാനമാണ്. അവർ അത് പറഞ്ഞതിനെ കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. മാത്രവുമല്ല, പല സംശയങ്ങളും ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മൊഴിയിലെ നിർണായക വിവരങ്ങൾ പുറത്തുവരുമ്പോൾ കാവ്യയുമായി ദിലീപിനുള്ള ബന്ധം നടിയിൽ നിന്നും മഞ്ജു വാര്യർ അറിയാനിടയായ സാഹചര്യം മനസ്സിലാക്കിയ ദിലീപ് അവരോട് പക സൂക്ഷിച്ചിരുന്നു എന്നായിരുന്നു മഞ്ജുവിന്റെ പക്ഷം. പ്രോസിക്യൂഷന്റെ കേസും അതുപോലെ തന്നെയാണ്. ദിലീപും കാവ്യയുമായുള്ള ബന്ധം നടി മഞ്ജു വാര്യരെ അറിയിച്ചു. അതാണ് വിവാഹ ബന്ധം വേർപിരിയുന്നതിലേക്ക് നയിച്ചത്. ആ പക ദിലീപിനുണ്ടായിരുന്നു. അത് ഈ കൊട്ടേഷൻ ബലാത്സംഗത്തിലേക്ക് നയിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സാക്ഷിയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യറിന് അറിയാവുന്ന കാര്യങ്ങൾ അതായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനാവാദം ആദ്യമായി മഞ്ജു മുന്നോട്ട് വെച്ചത് മഞ്ജു വാര്യർ ആയിരുന്നു. ദിലീപുമായുള്ള വിവാഹബന്ധം വേർപെടുത്താനുണ്ടായ സാഹചര്യത്തിന് കാരണമായി വർത്തിച്ചത് ഈ ആക്രമിക്കപ്പെട്ട നടിയെന്ന് ദിലീപിന് മനസ്സിലായി എന്നും നടിയോട് നടന് വൈരാഗ്യമുണ്ടായി എന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായപ്പോൾ മഞ്ജു വാര്യർ വരും. മഞ്ജു വാര്യരുടെ മൊഴിയാണ് ഏറ്റവും ആധികാരികമായി പ്രോസിക്യൂഷൻ എടുത്തു പറഞ്ഞത്. 1998 ഒക്ടോബർ മാസത്തിലായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം നടക്കുന്നത്. 2015 മ്യൂച്വൽ പെറ്റീഷനിലെത്തിച്ച് വിവാഹമോചനം നടത്തി. അപ്പോൾ ആദ്യം കേസ് കൊടുക്കുന്നത് ദിലീപാണെങ്കിലും മ്യൂച്വലായി അത്
ഒത്തുതീർപ്പിലൂടെ വിവാഹമോചനത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തിയത് മഞ്ജു വാര്യറാണ്. വിവാഹമോചനത്തിന് ആദ്യ ഹർജി നൽകിയത് ദിലീപാണെങ്കിലും ആ കേസിന്റെ നടത്തിപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാനാകാം ഒരു പക്ഷേ അത് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തിക്കാൻ മഞ്ജു വാര്യർ മുൻകൈയെടുത്തത്. ദിലീപിന് കാവ്യയുമായുള്ള ബന്ധം തെളിയിക്കുന്ന ചില പോയിന്റുകൾ ഉൾപ്പെടുത്തി അത് കോടതിയിൽ തെളിയിക്കാൻ മഞ്ജുവിന് കഴിയുമോ എന്ന സംശയമാണ് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തിച്ചത് എന്നതാണ് ഈ സംഭവത്തെ ദിലീപിന്റെ അഭിഭാഷകൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അവതരിപ്പിച്ചത്. അതായത് ദിലീപിന് കാവ്യയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാനാകുമായിരുന്നുവെങ്കിൽ മഞ്ജു വാര്യർ ഈ മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോകേണ്ടുന്ന സാഹചര്യമില്ലല്ലോ എന്ന ലോജിക്കാണ് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം വിവാഹമോചന കേസുകൾ എത്ര നാളെടുത്താണ് തീർപ്പാകുന്നത് എന്നത്. മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് അല്ലാതെ എത്തുന്ന കേസുകൾ എത്ര വർഷം കോടതികൾ കയറിയിറങ്ങി നിയമയുദ്ധം നടത്തേണ്ടി വരും എന്ന സാഹചര്യവും നമുക്കറിയാം. ദിലീപിനെയും മഞ്ജു വാര്യരെയും പോലെ രണ്ട് പ്രമുഖ മലയാള സിനിമയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അങ്ങനെ കോടതി കയറിയിറങ്ങി നിയമ പോരാട്ടത്തിലൂടെ വിവാഹബന്ധം വേർപെടുത്തുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. മാധ്യമങ്ങൾ എങ്ങനെയാകും അത് ആഘോഷിക്കുക? വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഇത്രയും വർഷക്കാലം മഞ്ജുവിന് സ്വന്തം കരിയർ നഷ്ടപ്പെട്ടു. സ്വന്തം താലിമാല പോലും ആ വീട്ടിൽ വെച്ചിട്ടാണ് മഞ്ജു വാര്യർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആ മഞ്ജു വാര്യർ വീണ്ടും നിയമ പോരാട്ടങ്ങളുമായി കാത്തിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാകും ഒരുപക്ഷെ മ്യൂച്വലായി ആ ബന്ധം അവസാനിപ്പിക്കുന്നതിന് അന്ന് തയ്യാറായിട്ടുണ്ടാവുക. ആ ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ദിലീപ് കാവ്യയുമായുള്ള വിവാഹം രണ്ടാമത് നടത്തുന്നത്. അതിനുശേഷമാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്. നോക്കൂ, അപ്പോൾ എത്രയോ മുൻപാണ് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ പോയത്. ഒരു പുരുഷന് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം അറിഞ്ഞു. ആ വിവാഹത്തിൽ നിന്ന് ആ അന്ന് ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ ഇറങ്ങി വരുമ്പോൾ അതിനെ കോടതികളിൽ അത്തരം വ്യവഹാരങ്ങളിലേക്ക് നയിക്കാതെ ഇറങ്ങിപ്പോവുക എന്നതാണ് അവർ അന്ന് സ്വീകരിച്ച നിലപാട് എന്നത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ പിന്നീട് തൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയായ ഒരു നടിക്ക് ഏറ്റവും മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചു എന്നതാണ് ആ സ്ത്രീ ചെയ്തിരിക്കുന്നത്. തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും കോടതി മുറികൾക്കുള്ളിൽ വ്യവഹാരത്തിന് വിട്ടുകൊടുക്കാത്ത കാര്യങ്ങൾ ആ ഘട്ടത്തിൽ തൻ്റെ സുഹൃത്തിന് നീതി കിട്ടാൻ വേണ്ടി മഞ്ജു വാര്യർ എന്ന സ്ത്രീ തുറന്നു പറഞ്ഞു എന്നതാണ് നമ്മൾ അവിടെ കാണേണ്ടത്. പക്ഷേ അത് പറയുമ്പോൾ വിവാഹമോചന കേസിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് നയിക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചു എന്നത് കാട്ടി മഞ്ജുവിന്റെ വാദങ്ങളെ പൊളിക്കാനാണ് ദിലീപിന്റെ ബുദ്ധിമാനായ അഭിഭാഷകൻ ശ്രമിച്ചത്. ആ ശ്രമത്തിനൊപ്പം കോടതി നിൽക്കുകയും മഞ്ജു വാര്യറിന്റെ വാദങ്ങളെ കോടതി അവിശ്വസിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ കാണേണ്ടത്. കാവ്യയുമായി ദിലീപിനുള്ള ബന്ധം തെളിയിക്കാനാകുമായിരുന്നുവെങ്കിൽ അന്ന് കോടതിയിൽ അത് തെളിയിക്കുമായിരുന്നില്ലേ? മഞ്ജു തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എന്തിന് അത് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. നോക്കൂ, ഒരു വനിതാ ജഡ്ജിയാണ് ഈ കേസ് കേട്ടത്. ആ വലിയ ക്രൂരമായ ബലാത്സംഗത്തിനിരയായ ഒരു നടി പറഞ്ഞ കാര്യങ്ങൾ മുന്നിലുണ്ട്. അതിനൊപ്പം തന്നെ വിവാഹബന്ധത്തിൽ വലിയ തിരിച്ചടി നേരിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്ന സ്ത്രീ അവർ കേട്ടതും മനസ്സിലാക്കിയതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ പറഞ്ഞത് അവിടെയുണ്ട്. പക്ഷേ ഈ രണ്ട് സ്ത്രീകളും പറഞ്ഞത് ആ വനിതാ ജഡ്ജിയുടെ കാതുകളിൽ പതിച്ചിട്ടില്ല. അപ്പോൾ പറയും കോടതിക്ക് മുന്നിൽ തെളിവുകളല്ലേ പ്രധാനം എന്നതൊക്കെ ചോദിക്കാം. പക്ഷേ എങ്ങനെയാണ് രണ്ടുപേർ തമ്മിലുള്ള വിവാഹ ബന്ധം അവസാനിപ്പിച്ച രീതിയിലെ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുള്ളതാകുന്നത്? ആ ഡിവോഴ്സ് കേസിന്റെ സമയത്ത് ഭാവിയിൽ ഏതെങ്കിലും നടിയെ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനെ ഈ രീതിയിൽ നടു റോഡിൽ പിച്ചി ചീന്തും എന്ന് പറഞ്ഞ് അവർക്ക് നിലപാടെടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ സാമാന്യമായ ആർക്കും തോന്നുന്ന സംശയങ്ങൾ ഈ വിധി പ്രസ്താവത്തിൽ ഇങ്ങനെ പലയിടങ്ങളിലായി കാണാം. ഈ ബന്ധം മഞ്ജു വാര്യർ അറിയുന്നത് ദിലീപ് കാവ്യയുമായ ഒരു ഷൂട്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോകുമ്പോൾ ആ ഫോണിൽ നിന്ന്
മെസ്സേജുകൾ, കാവ്യയ്ക്ക് അയച്ച മെസ്സേജുകൾ കണ്ടിട്ടാണ് മഞ്ജു വാര്യർ ഈ ബന്ധത്തെക്കുറിച്ച് സംശയിക്കുന്നത്. അത് പലരോടായി അന്വേഷിക്കുന്നു, പല സുഹൃത്തുക്കളെയും കാണുന്നു, കാവ്യ മാധവന്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നു. അന്ന് കാവ്യ മഞ്ജു വാര്യരുടെ ഫ്രണ്ടാണ്. അങ്ങനെ കാവ്യ മാധവന്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നു. അവർ ഈ സംശയം ബലപ്പെടുത്തുന്ന തരത്തിൽ അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം പല സുഹൃത്തുക്കളെയും നേരിൽ കാണുന്നുണ്ട്. റിമിക്കും മറ്റും ഇതിനെക്കുറിച്ച്, റിമിക്കും ആക്രമിക്കപ്പെട്ട നടിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്ന് കാവ്യയുടെ അമ്മ പറയുന്നു. അതുപ്രകാരം അവരെ കാണുന്നു. അങ്ങനെയാണ് ഇതിലെ ഒന്നാം സാക്ഷിയായ നടിയിലേക്ക് മഞ്ജു വാര്യർ എത്തുന്നത്. നടി വളരെ വൈകാരികമായി ഇതിനോട് പ്രതികരിക്കുന്നു. ചില കാര്യങ്ങൾ അറിയാം, പക്ഷേ അത് തുറന്നു പറയാൻ പറ്റില്ല എന്ന ഒരു നിലപാടെടുക്കുന്നു. പക്ഷേ നടിയുടെ അച്ഛൻ അറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യരോട് പറയൂ എന്ന് നടിയെ നിർബന്ധിക്കുന്നു. അങ്ങനെയാണ് മഞ്ജു വാര്യർ ഈ കാര്യങ്ങൾ അറിയുന്നത്. തിരിച്ച് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിന്റെ സഹോദരനെയും മറ്റുമൊക്കെ വിളിച്ചു വരുത്തുന്നു, ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത്. ഇത് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ നടി ഒരു പൊട്ടിപ്പെണ്ണാണ്, അതൊന്നും കാര്യമാക്കേണ്ട എന്ന ഒരു നിലപാടാണ് ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. പിന്നീടാണ് ഈ വീട്ടിൽ നിന്ന് താലി ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മഞ്ജു വാര്യർ ഇറങ്ങിപ്പോകുന്നത്. അതിൽ പ്രോസിക്യൂഷനോട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു പറഞ്ഞ കാര്യങ്ങളിലും ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട് എന്ന ഒരു കാര്യം കൂടി മഞ്ജു വാര്യരെ അവിശ്വസിക്കാൻ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് മൊഴി നൽകിയപ്പോൾ പറഞ്ഞ പല കാര്യങ്ങൾ, അത് കാവ്യ മാധവനുമായുള്ള ബന്ധം അറിഞ്ഞതിന് ശേഷം സംസാരിച്ച പലരുമായിട്ടുള്ള കാര്യങ്ങൾ, നടിയുടെ അച്ഛൻ നിർബന്ധിച്ചു, അങ്ങനെ ആ നടി അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ കോടതിയിൽ പറഞ്ഞതിലും മൊഴി നൽകിയതിലും ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മഞ്ജുവിൻ്റെ ഏറ്റവും നിർണായകമായ ഈ കേസിലെ ഈ മൂവർക്കുമിടയിലെ കണ്ണി, അല്ലെങ്കിൽ ഇവർക്കിടയിൽ നടന്നത് എന്താണ് എന്ന് പൂർണ്ണമായും അറിയാവുന്ന മഞ്ജു വാര്യരിൻ്റെ മൊഴി കോടതി അവിശ്വസിക്കുന്നത് അവിടെയാണ്. ആ അവിശ്വാസം എന്നത് ആ കേസിനെ തകർക്കുന്ന നിലയിലേക്ക് പോലെ പോകുന്നു. അതിലെ ഏറ്റവും പ്രധാനി, ഈ സംഭവം നടക്കാൻ ആ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ ആ സ്ത്രീയെ പിച്ച് ചീന്താൻ ഗൂഢാലോചന നടത്തിയ വ്യക്തി ഈ കേസിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇങ്ങനെയാണ് പ്രോസിക്യൂഷൻ നിരത്തിയ എല്ലാ തെളിവുകളിലും പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദങ്ങളിൽ വിശ്വസിച്ച്, അവർ കൊണ്ടുവന്ന ഓരോ സാക്ഷികളെയും അവിശ്വസിച്ച് നീതി നിഷേധം നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ നീതിന്യായ സംവിധാനം കൂട്ടുനിന്നതിൻ്റെ വലിയ തെളിവുകൾ, അതിൽ മഞ്ജു വാര്യർ എന്ന പ്രധാന സാക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികൾ എങ്ങനെ തെളിവല്ലാതായി എന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. എന്തായാലും മേൽക്കോടതികളിൽ ഏറ്റവും നിർണായകമാകുന്ന തെളിവുകൾ ഈ കേസിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രോസിക്യൂഷന്റെ വലിയ വിശ്വാസം. തിരക്കിട്ട നീക്കങ്ങൾ ഇതിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ആക്രമിക്കപ്പെട്ട നടിയും നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്ന വിവരം വന്നിട്ടുണ്ട്. മേൽക്കോടതികളിൽ നീതി കിട്ടും എന്ന പ്രതീക്ഷയാണ് ആ നടിയെ മുന്നോട്ട് നയിക്കുന്നത്. നീതിബോധമുള്ള മനുഷ്യർ ജുഡീഷ്യറിയിൽ അവശേഷിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയാണ് നമ്മളെയും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, മുഖ്യമന്ത്രി ഈ കേസിൽ അപ്പീൽ പോകും എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ വളരെ സജീവമാണ്. പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ, മുഖ്യമന്ത്രി അതിജീവിതയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നതാണ്. ക്ലിഫ് ഹൗസിലെത്തി അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നു. അവിടെ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പീൽ പോകാനുള്ള തീരുമാനം നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞതാണ്.
ഇപ്പോൾ അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് ഉറപ്പ് കൊടുക്കുന്നു എന്ന വിവരം കൂടിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമ പോരാട്ടങ്ങൾ വളരെ വേഗത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിജീവിത എന്താണ് തനിക്ക് കഴിഞ്ഞ 8 വർഷം നേരിട്ടത് എന്നത് വ്യക്തമാക്കിയിരുന്നു. നീതിബോധമുള്ള ജുഡീഷ്യറിയിലെ ഉയർന്ന കോടതികളിലെ മനുഷ്യരിലാണ് ഇനി പ്രതീക്ഷ എന്നത് വെളിവാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ ഈ സ്റ്റേറ്റ് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന സന്ദേശമാണ് നൽകേണ്ടത്. ഇതുവരെയും ആ ഉറപ്പ് ബോധ്യവും മുന്നോട്ട് നയിച്ചതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പോൾ ഈ കേസിന്റെ വിധി വന്ന ഘട്ടങ്ങളിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ അതിജീവിത ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൽ അപ്പീൽ പോകും എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ നിയമ നടപടികൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നെ വരാം. എന്തായാലും അതിജീവിത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അപ്പീൽ പോകുമെന്ന വിവരം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവൾക്കൊപ്പമാണ് ഈ നാട് എന്ന സന്ദേശമാണ് വരുന്നത്. അവൾക്ക് നീതി കിട്ടിയേ മതിയാകും.